ഹായ് ഫ്രണ്ട്സ്, ഭൂനി അനലറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഹെഡർ മാട്രിക്സ് എങ്ങനെ ഉണ്ടാക്കുക, അതേപോലെ തന്നെ ഡോക്നെറ്റ് ചാർട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഓക്കെ, അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഫസ്റ്റ് ഹെഡർ മാട്രിക്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ ടാബ്ലോ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഡാറ്റ ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ മെഷേഴ്സ് നെയിം എടുത്തിട്ട് ഞാൻ കോളത്തിലേക്ക് ഇട്ടുന്നു. ദെൻ മെഷേഴ്സ് വാല്യൂ എടുത്തിട്ട് ഞാൻ ടെക്സ്റ്റിലേക്ക് ഇട്ടു. ഓക്കെ, അപ്പോൾ ഇതവിടെ ഹെഡർ മാട്രിക്സ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് നോക്കാം. കൗണ്ട് ഓഫ് സ്റ്റാൻഡേർഡ് ഉള്ളത് എൻ്റെ എടുത്താക്കുന്നു. ഓക്കെ, കൗണ്ട് ഓഫ് വൈൻ സെയിൽസ് ഡ്രോ ഡാറ്റ എന്നുള്ളത്. അപ്പോൾ ഇതിന് ഞാൻ ഫോർമാറ്റ് എടുത്തിട്ട് എഡിറ്റ് അലിയാസ് കൊടുക്കുന്നു. ഓക്കെ, എഡിറ്റ് അലിയാസ് കൊടുത്തിട്ട് ഇത് ഞാൻ ഹാഷ് ഓർഡർ നമ്പർ ആണ് ഹാഷ് ഓർഡർ എന്നുള്ളത്. വലിയ ഇതിൻ്റെ ഹാഷ് ഓർഡേഴ്സ് കൊടുക്കുന്നു. കാരണം അത് കൗണ്ട് ഓഫ് വൈൻ സെയിൽസ് ഡാറ്റ വലിയൊരു നെയിം ആയതുകൊണ്ട് അത് നെയിം ചേഞ്ച് ആക്കുന്നു. ഓക്കെ, ഇനി ഓർഡേഴ്സ് ഇതൊക്കെ ഡിസ്കൗണ്ട് 45 ഉള്ളത്. അപ്പോൾ ഡിസ്കൗണ്ട് എന്താണ് ഇവിടെ പെർസെൻറ്റേജിലാക്കണം. ഓക്കെ, പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ആണ്, പക്ഷേ അതുള്ളത് സം ഓഫ് ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ അതിന് പെർസെൻറ്റേജ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കി, മെഷർ എടുത്തിട്ട് അവറേജ് കൊടുക്കുന്നു. അവറേജ് കൊടുക്കുമ്പോൾ പെർസെൻറ്റേജ് 0 ആണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ അതിനെ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദെൻ ഒന്നുകൂടി ഇത് ക്ലിക്ക് ചെയ്യുക. ദെൻ ഫോർമാറ്റ് എന്നുള്ളത് എടുക്കുക. ഫോർമാറ്റ് എടുത്ത് നമ്പേഴ്സ് ഉള്ളത് പെർസെൻറ്റേജ് നോക്കുക, ഡെസിമൽ 1 ആക്കുക. ഓക്കെ, അത് നമ്മുടെ 5% ആണ് കിട്ടിയത്. ഓക്കെ, പിന്നെ ഫ്രൈറ്റ് എക്സ്പെൻസ് സം ഓഫ് ഫ്രൈറ്റ് എക്സ്പെൻസ്. ഓക്കെ, അത് കുഴപ്പമില്ല. ദെൻ ഓർഡർ ക്വാണ്ടിറ്റി സം ഓഫ് ഓർഡർ ക്വാണ്ടിറ്റി ആണ്. സം ഓഫ് റവന്യൂ, സം ഓഫ് യൂണിറ്റ് പ്രൈസിനെ ഞാൻ അവറേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതിന് അത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ അവറേജ് കൊടുക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഹെഡർ മാട്രിക്സ് ഉണ്ടാക്കാം. വീണ്ടും ഞാൻ ഹെഡർ മാട്രിക്സ് സ്റ്റാൻഡേർഡിലേക്ക് തന്നെ മാറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് ഓർഡേഴ്സ് നമ്പർ, ഡിസ്കൗണ്ട്, അവറേജ് ഡിസ്കൗണ്ട്, ഫ്രൈറ്റ് ഇത് കിട്ടി. അപ്പോൾ ഇതിന് ഷീറ്റ് നമുക്ക് ഹെഡർ മാട്രിക്സ് കൊടുക്കാം. റീനെയിം കൊടുക്കാം, ഹെഡർ ഹെഡർ മാട്രിക്സ് 1 ഓൾറെഡി ഇവിടെ ഒന്ന് ഹെഡർ മാട്രിക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഹെഡർ മാട്രിക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് എന്തിനാണ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളതിൻ്റെ ഉപകാരം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡോട്ട്നെറ്റ് ചാർട്ടാണ്. ഓക്കെ, ഈ ഡോട്ട്നെറ്റ് ചാർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഡോട്ട്നെറ്റ് ചാർട്ട്. ഓക്കെ, അത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു പൈ ചാർട്ട് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ വേറൊരു പൈ ചാർട്ട്. ഓക്കെ, ഇത് ടോട്ടൽ ഓഫ് ഇവിടെ കൊടുത്തതിൻ്റെ ടോട്ടൽ ഇതായിരിക്കും. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ബാക്കി ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഔട്ടർ ചാർട്ട്. ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനാണ് ഡോട്ട്നെറ്റ് ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഡോട്ട്നെറ്റ് ചാർട്ട്. അപ്പം അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളെ
ടാബ്ലോ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ ഇവിടെ ഒന്നുമില്ലല്ലോ, ഇതിലേക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ക്രിയേറ്റ് ന്യൂ കാൽക്കുലേഷൻ, അവിടെ 1 കൊടുക്കുക. ദെൻ അതിനകത്ത് ഒന്നുകൂടി ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ന്യൂ കാൽക്കുലേഷൻ 1 കൊടുക്കുക. അപ്പോൾ 2 കിട്ടി. ഇനി ഇതിനെല്ലാത്തിനും മിനിമം ആക്കണം. എങ്ങനെ മിനിമം ആക്കുക? മെഷർ എന്നുള്ളതിന് മിനിമം കൊടുക്കുക. ഇവിടെ മെഷറിനടുത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മെഷർ എന്നുള്ളതിന് ആവറേജ് സം മിനിമം കൊടുക്കുക. ഇത് രണ്ടും മിനിമം. ഇത് 2 മാർക്സ് നമുക്ക് 2 കിട്ടി കണ്ടോ, മിനിമം 1 മിനിമം 2. എന്നിട്ട് ഫസ്റ്റ് ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഫസ്റ്റ് മിനിമത്തെ എടുക്കും. എന്നിട്ട് അത് മിനിമത്തെ എടുത്തിട്ട് അത് എന്താക്കുന്നത്, ഞാൻ പൈ ചാർട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഈ പൈ ചാർട്ടായിട്ട് കൺവേർട്ട് ചെയ്ത് സെക്കൻഡ് പൈ ചാർട്ട് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് റവന്യൂ എടുത്തിട്ട് ഞാൻ എവിടെ കൊടുക്കുന്നു, കളറിലേക്ക് ഇടുന്നു. ദെൻ റവന്യൂ ഒന്നുകൂടി എടുത്തിട്ട് ആംഗിളിലേക്ക് കൊടുക്കുന്നു. ഇനി ഇപ്പോൾ ഈ ചാർട്ടിൽ 2 റവന്യൂ കളറിലും റവന്യൂ ആംഗിളും ഉണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സെഗ്മെന്റ് കിട്ടണം. സെഗ്മെന്റ് എടുത്തിട്ട് ഞാൻ എന്തിലേക്ക് ഇടുന്നത്, ലേബലിലേക്ക് ഇട്ട്. ഓക്കെ, അപ്പോൾ ലേബലിലേക്ക് ഇട്ടപ്പോൾ ഈ ചാർട്ട് ക്രിയേറ്റ് ചെയ്തു, പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഈ പൈ ചാർട്ട് ഇതിൻ്റെ സൈസ് കുറച്ച് വലുതാക്കണം. അതിന് വേണ്ടി സൈസ് എടുക്കുക. സൈസ് കുറച്ച് വലുതാക്കി. ഇനി അപ്പോൾ ഇതോടുകൂടി ഫസ്റ്റത്തെ പൈ ചാർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. നെക്സ്റ്റ് മിനിമം 1 അല്ല ഇപ്പോൾ നമ്മൾ ചെയ്ത്, മിനിമം 2 ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ചാർട്ട് ഓട്ടോമാറ്റിക് ആണ്, അത് നമ്മൾ എന്ത് സർക്കിളാക്കി എടുക്കും. അപ്പോൾ ഇവിടെ ഉണ്ടോ, ഇത് സർക്കിളായിട്ട് മാറി. ഇനി ഈ സർക്കിളിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വരണം അല്ലേ. അതിന് മുന്നേ ഈ സർക്കിൾ എന്താണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് അത് ചെയ്യിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് റവന്യൂവിനെ എടുത്തിട്ട് ലേബലിലിട്ട് കൊടുക്കും. അപ്പോൾ ലേബലിലിട്ട് കൊടുത്താൽ ഈ സർക്കിളിൻ്റെ സം ഓഫ് റവന്യൂ ആണ് ഇവിടെ ഈ സർക്കിൾ ഒന്നായിട്ട് കാണിക്കുന്നത്. ഈ സർക്കിളിൻ്റെ ഈ റവന്യൂ സം ഓഫ് റവന്യൂ എന്നുള്ള ഈ അബോർഡ് എന്താക്കണം, ഇത് സെൻറ്ററിലേക്ക് വരണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫോർമാറ്റ് എടുക്കുക, ഫോർമാറ്റ് എടുത്തിട്ട് ഇവിടെ കണ്ടോ ഈ അതിൻ്റെ പുറത്തുള്ള അലൈൻമെൻറ്റ്, ഇതാണ് അലൈൻമെൻറ്റ് എടുക്കുക, ഓട്ടോമാറ്റിക് എന്നുള്ളതിന് സെൻറ്റർ ആക്കുക. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലേക്ക് വന്നു. ഓക്കെ അല്ലേ. അതിൻ്റെ കളർ ആൻഡ് വൈറ്റ് കൊടുക്കും. സോറി, അപ്പോൾ ഇപ്പോൾ വൈറ്റ് കൊടുത്താൽ അത് കാണില്ല. അപ്പോൾ ഞാനൊരു കളർ തന്നെ വേറെ കളർ കൊടുക്കും. ഇനി എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ സർക്കിളിനെ ഇതിൻ്റെ സെൻറ്ററിലേക്ക് അറിയിപ്പിക്കണം. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യുവൽ ആക്സിസ് കൊടുക്കുക. ഉണ്ടോ, അപ്പോൾ സെൻറ്ററിലേക്ക് വന്നു. ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് ആക്കുക, വൈറ്റ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് സെഗ്മെൻറ്റ് ഇതെല്ലാം കിട്ടി. ഇപ്പോൾ ഇതാണ് ഡോണട്ട് ചാർട്ട് ക്രിയേറ്റ് ചെയ്ത്. ഇനി ഇതിനെ എൻ്റെ എടുത്താക്കിയാൽ സെൻറ്ററിലേക്ക് വരും. മനസ്സിലായില്ലേ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഡോട്ട് നെറ്റ് ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു.